ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ UGC നെറ്റ് കൊമേഴ്സ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് മനസ്സിലാക്കിയത്. യൂണിറ്റ് വൈസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ വിട്ട് കളയരുത് എന്നുള്ളതിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒന്നാമത്തെ യൂണിറ്റിന്റെ കാര്യം നമ്മൾ അവിടെ സംസാരിച്ചു. ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, മോഡ്സ് ഓഫ് എൻട്രി, ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. മാക്സിമം യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് മുതൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. കാരണം നമുക്ക് മാക്സിമം മാർക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതേപടി നമുക്ക് ചോദ്യങ്ങളിലും കാണാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് അസംഷൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോവുകയേ ചെയ്യരുത്. അതുപോലെ ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു യൂണിറ്റ് ഒക്കെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക, സബ് ടോപ്പിക്കുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ആ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ യൂണിറ്റിൽ നിന്നും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്. നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഇതിന്റെ സിലബസ് ഒക്കെ പരിശോധിച്ചിട്ടാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ നല്ല അവസരമാണ് നമുക്ക് ജൂൺ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് എന്താണോ പഠിച്ചിരിക്കുന്നത് അത് അതേപടി വരുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കോഴ്സിലൊക്കെ തന്നെ ഈ പറഞ്ഞ 4 യൂണിറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് അടക്കമുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്താണോ പഠിച്ചിരിക്കുന്നത് അത് അതേപടി വരുന്ന യൂണിറ്റുകൾക്ക് നമ്മളൊക്കെ പ്രത്യേകമായിട്ടുള്ള ലൈവ് സെഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ അതിന് ഉത്തരം എഴുതേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ലൈവായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി ഏത് രീതിയിലാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പോകാൻ. നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളതിലല്ല കാര്യം, ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് എന്നതിലാണ് കാര്യം. കാരണം പലരും നമ്മളോട് പറയാണ്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നുണ്ട്, നെറ്റ് കിട്ടുന്നില്ല. നമ്മളെക്കാളും അക്കാഡമിക് ലെവലിൽ നമ്മളെക്കാളും മാർക്ക് കുറഞ്ഞ പലർക്കും നെറ്റ് ലഭിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും നമ്മൾ കോച്ചിങ്ങിനൊക്കെ ചേരുന്ന സമയത്ത് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ യൂണിറ്റ് വൈസ് ആയിട്ട് പഠിച്ചു പോവുകയാണ്. അതിന് നോട്ടുകൾ തയ്യാറാക്കുന്നു, പഠിക്കുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടല്ല നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടുകൾ തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ പഠിക്കുമ്പോഴും കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. നമുക്ക് ഏതൊക്കെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും, ആ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിൽ ഏത് രീതിയിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അത്തരം കാര്യങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിന്തയുടെ ആവശ്യമേ വരുന്നില്ല. ഓരോ യൂണിറ്റിനെയും മനസ്സിലാക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക, ആ ഒരു രീതിയിൽ പഠിച്ചു പോവുക. അതിന് പ്രാധാന്യം കൊടുക്കേണ്ട യൂണിറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിലൊരു യൂണിറ്റ് ആണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വിട്ട് കളയാതെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിൽ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് മാച്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, അതിലൊക്കെ തന്നെ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഫോർ ഫീച്ചർ റിഡംഷൻ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. 80% ചോദ്യവും ഇതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയായിരിക്കും കണ്ടുവരാറുള്ളത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിന് ഡയറക്റ്റ് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഇപ്പോൾ ഈ 2023 ഡിസംബറിൽ നടന്ന പരീക്ഷയ്ക്ക് പോലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇക്വേഷൻസ് ചോദിക്കുക എന്ന് പറയുന്നത്, മാച്ച് ദ ഫോളോയിങ് ലെവലിലേക്ക് ഇക്വേഷൻസ് ചോദിക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഓരോ ഇക്വേഷൻസും നമ്മൾ പഠിച്ചിരിക്കണം.
അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഹാർഡാണ്. നമ്മളൊരു യൂണിറ്റ് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് ട്രഡീഷണൽ ആയിട്ട് പഠിച്ചു വരുന്നത്. നമ്മളൊരു യൂണിറ്റ് കാണുകയാണ്, ഈ യൂണിറ്റ് നമുക്ക് പഠന സമയത്ത് വളരെ വിഷമമുണ്ടാക്കിയ യൂണിറ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു പരീക്ഷയ്ക്കും ഹാർഡായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കേണ്ടതില്ല. നമ്മൾ എന്താണോ പഠിക്കുന്നത്, ഈ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ പഠിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എംകോമിന്റെ അക്കൗണ്ടിങ് ബുക്കുകൾ മാത്രം റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ യൂണിറ്റുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ലൈവ് സെഷൻ നൽകി അതിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. അടുത്ത യൂണിറ്റ് ബിസിനസ് എക്കണോമിക്സ് ആണ്. നമ്മൾ കൊമേഴ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോകുന്ന ഒരു ഭാഗം തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അതുപോലെ തന്നെ അസേഷൻ റീസൺ ചോദ്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് AC കർവ്, MR കർവ്, AR കർവ്, ഈ റിലേഷൻ ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ തമ്മിലുള്ള റിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ പ്രൈസ് ഡിറ്റർമിനേഷൻ, അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ, ലോ ഓഫ് ഡിമാൻഡ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുകളയാതെ പഠിച്ചു വെക്കണം. കാരണം ഇതെല്ലാം ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചതായിട്ട് കാണാറുണ്ട്. ഈ ഒരു യൂണിറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ലെവലാണ്. കാരണം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ പഠിക്കുമ്പോൾ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുക. നിങ്ങൾ എവിടെയും കോഴ്സിനൊക്കെ ചേർന്ന് പഠിക്കുന്നവരാണെങ്കിൽ എന്താണോ നിങ്ങൾ ആ പഠിച്ചു വരുന്ന സ്ട്രാറ്റജീസ് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. കാരണം നമ്മളൊക്കെ ഓരോ യൂണിറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ലൈവ് പ്രാക്ടീസ് ഒക്കെ നൽകാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾക്ക്. അപ്പൊ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യൂണിറ്റ് തന്നെയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ. ഒരു ഡിഫിക്കൽട്ടി ലെവൽ, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് റിവിഷൻ നടത്താൻ വളരെ എളുപ്പം കഴിയും. കാരണം റിവിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ വരും. നമ്മൾ UG ക്കായാലും PG ക്കായാലും ഒക്കെ തന്നെ പഠിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലേക്ക് എത്താനോ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മാക്സിമം സമയം കൊടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഫിനാൻസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തിയറികൾ, ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിട്ടുകളയാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ്. എംകോമിന്റെ ബുക്കുകളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അതിലുണ്ടാവും. വേറെ എവിടെയും നോക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വിട്ടുകളയരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോഡറേറ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഉത്തരം എഴുതാൻ കഴിയും. നമ്മൾ നേരത്തെ ബിസിനസ് എക്കണോമിക്സിൽ ഒരു മോഡറേറ്റ് ലെവലാണ് എന്ന് പറഞ്ഞത്, ഇതിൽ കുറേ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ബിസിനസ് ഫിനാൻസിൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നം വരുന്നില്ല. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയാതെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. ഇനി അടുത്ത യൂണിറ്റ് ആണ് 5ാമത്തെ യൂണിറ്റ്, ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് റിസർച്ച് മെത്തഡ്. ഇത് നമ്മൾ 2ാമത്തെ യൂണിറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് അതേപടി വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 സ്റ്റാറ്റിസ്റ്റിക്സ്. കൃത്യമായിട്ട് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും, കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇതിൽ ഓർത്തു വെക്കേണ്ട കാര്യം ഇക്വേഷൻസ് ആണ്. എംകോമിന്റെ ബുക്കുകളിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. എന്ത് നമ്മൾ പഠിക്കുന്നു അത് അതേപടി ചോദിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലുള്ള 10 ചോദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണും. നമുക്ക് 20 മാർക്കൊക്കെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പോലും നിങ്ങൾ വിട്ടുകളയരുത്. കാര്യങ്ങളൊക്കെ തന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. നമ്മൾ പോപ്പുലേഷൻ, അതുപോലെ ടെസ്റ്റിങ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സാമ്പിളിങ് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളെ ഇതിൽ പറയാനുള്ളൂ. നമ്മൾ 2ാമത്തെ യൂണിറ്റിന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി പറയാനേ ഇവിടെയുള്ളൂ. കാരണം നമ്മൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ബിസിനസ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂണിറ്റിനൊക്കെ പ്രത്യേകമായിട്ട് ലൈവ് സെഷൻസും ക്വസ്റ്റ്യൻ പ്രാക്ടീസും നൽകിയിട്ട് തന്നെയാണ്
ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ MCOMന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കേണ്ടതാണ്. റിസർച്ചിലൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ നമുക്ക് വിഷമമായിട്ട് തോന്നിയേക്കാം. അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയാലും അല്ലെങ്കിൽ അസേഷൻ റീസൺ ആയാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായാലും ഒക്കെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓർഗനൈസേഷൻ ബിഹേവിയർ, അതുപോലെ തന്നെ HRMനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. കാരണം നമ്മളൊരു കാറ്റഗറിയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിനും കൂടെ ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് കാണും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ ഹാർഡാവും. അങ്ങനെ ഹാർഡാവുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കണ്ടുവരാറുള്ളത്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയുകയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. മുഴുവൻ ചോദ്യങ്ങൾ ഇപ്പോൾ 10 ചോദ്യങ്ങളൊക്കെ കാണണമെന്നില്ല. എന്നിരുന്നാലും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിലൊക്കെ പറയാനുള്ളത്. നമ്മുടെ ഈ 10 യൂണിറ്റിൽ ഡിഫിക്കൽട്ടി ലെവൽ വെരി ഹാർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ മണി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ പഠിച്ച് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പലരും കരുതുന്ന പോലെ ഇപ്പോൾ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ സ്റ്റാറ്റിയോ ഒന്നുമല്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് മിക്കവാറും 8-9 ചോദ്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. സോ എന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പഠിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, കാര്യങ്ങളെ മനസ്സിലാക്കുക, ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഏരിയകളൊന്നും തന്നെ വിട്ടുകളയാതെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് വെരി ഹാർഡ് തന്നെയാണ്. പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ 10 ടോപ്പിക്കിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് 7ാമത്തെ ടോപ്പിക് എന്ന് പറയേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, അപ്രോച്ച് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ടോപ്പിക്കിൽ, സബ് ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ്, അതായത് നമ്മൾ PYQ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് നോക്കേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉത്തരം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്ന ഈസി യൂണിറ്റ് തന്നെയാണ്. ടോപ്പിക്കുകളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയും പഠിച്ചു പോയി കഴിഞ്ഞാൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതുപോലെ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്നുള്ള 7-8 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഇത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതുപോലെ തന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, GST, കമ്പനീസ് ആക്ട്, അങ്ങനെ ഒരുപാട് ബിസിനസ് ലോസ് നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. നമുക്കറിയാം ഈ ബിസിനസ് ലോയിലൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ടും നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം GSTനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, കമ്പനീസ് ആക്ട്, പ്രൈവറ്റ് കമ്പനി, LLP, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എന്ന് കരുതി ഡിഫിക്കൽട്ടി ലെവൽ ഒരിക്കലും ഹാർഡ് ആകുന്നില്ല. നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. എന്താണോ സിലബസിൽ തന്നിരിക്കുന്നത് ആ കാര്യം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് അതേപടി നമ്മുടെ ചോദ്യങ്ങളിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് നമ്മൾ ചോദ്യം പഠിച്ചത്, ആ കാര്യങ്ങൾ അതേപടി വരുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ യൂണിറ്റിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സെഷൻസ് നൽകി വരുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യം പഠിക്കുന്നോ അത് അതേപടി ചോദിക്കുന്ന 3ാമത്തെ യൂണിറ്റാണ്. 2 യൂണിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് സ്റ്റാറ്റി. 3ാമത്തെ യൂണിറ്റ് ആണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും വിടാതെ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് വേറെ ഒന്നും പ്രത്യേകമായിട്ട് എടുത്ത് എഴുതാതിരുന്നത്. ഒന്നും വിടാതെ മനസ്സിലാക്കേണ്ട യൂണിറ്റ് ആണ്.
വർഷങ്ങൾ മനസ്സിലാക്കണം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കും, ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കണം, പഠിക്കണം, കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ്. യാതൊരു കാരണവശാലും ഈ ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് വർഷങ്ങളും ഒരുപാട് ആക്ടുകളും കാണുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള യൂണിറ്റുകളൊക്കെ സ്കിപ്പ് ചെയ്യും. നമ്മൾ ഏതൊക്കെ യൂണിറ്റ് ആണോ സ്കിപ്പ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്, സ്റ്റാറ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്, ലീഗൽ ആസ്പെക്ട്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഈ യൂണിറ്റുകൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഏത് രീതിയിലാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ള യൂണിറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല, മറ്റുള്ള യൂണിറ്റുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന യൂണിറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ സിലബസിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളുടെ ഒരു പഠന രീതിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഈ യൂണിറ്റുകളൊക്കെ തന്നെ നമുക്ക് പറ്റില്ല, നമ്മളെ കൊണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുകയും, എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു പോകുന്നവർ അവരുടെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും, വളരെ കൃത്യമായിട്ട് ഈ യൂണിറ്റുകളെ മനസ്സിലാക്കുകയും പഠിക്കുകയും നെറ്റ് നേടുകയും JRF നേടുകയൊക്കെ ചെയ്യും. അപ്പോൾ വർഷം കൂടുന്തോറും നമ്മുടെ പരീക്ഷയുടെ പ്രാധാന്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ രീതികളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഒരു ലെവൽ, ഡിഫിക്കൽട്ടി ലെവലും ഒക്കെ തന്നെ വ്യത്യാസം ഇനി കണ്ടുവരാം. ഇനി കൂടുതൽ അപേക്ഷകർ നമ്മുടെ പരീക്ഷക്കായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരാനുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5-6 ചോദ്യപേപ്പറുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ യൂണിറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് നോക്കാം. അതുപോലെ അടുത്ത യൂണിറ്റ് ആണ് അവസാനത്തെ യൂണിറ്റ്, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. ഡിഫിക്കൽട്ടി ലെവൽ ഈസി ആണ്. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ കാര്യം അതേപോലെ വരും. അതായത് രണ്ടാമത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റ്, 9ാമത്തെ യൂണിറ്റ്, 10ാമത്തെ യൂണിറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് 80 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. റീഡിംഗ് കോംപ്രിഹെൻഷൻ 20 മാർക്ക്, അങ്ങനെ 100 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ നമ്മൾ 4 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിലവിലുള്ള അവസ്ഥയിൽ കൊമേഴ്സ് പരീക്ഷയ്ക്ക് സാധിക്കും. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ്, അതിൻ്റെ ബേസിക്സ്, ഡിഡക്ഷൻസ്, ഇന്റർനാഷണൽ ടാക്സേഷൻ, അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. GSTയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ യൂണിറ്റിനൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളിലൊക്കെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉത്തരങ്ങൾ എഴുതാനും സാധിക്കും. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് കൊമേഴ്സ് പരീക്ഷയ്ക്കായിട്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഓരോ യൂണിറ്റിൽ എടുത്തു പറയുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും. അത് നിങ്ങൾ കൂടുതലായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ വേണ്ട. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത യൂണിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. വെരി ഹാർഡായിട്ടുള്ള യൂണിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക, പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.